നമസ്കാരം. സ്പീഡ് ന്യൂസ് ആരംഭിക്കുന്നു. നോക്കാം വാർത്തകൾ അതിവേഗത്തിൽ. തൃശൂർ പൂരം വിവാദത്തിൽ സമഗ്ര അന്വേഷണം പ്രഖ്യാപിച്ച സർക്കാർ. പൂരം അട്ടിമറി നീക്കം ക്രൈംബ്രാഞ്ച് ADGP H. വെങ്കിടേഷും ഉദ്യോഗസ്ഥ വീഴ്ച ഇന്റലിജൻസ് ADGP മനോജ് എബ്രഹാമും ADGP അജിത് കുമാറിന് വീഴ്ച പറ്റിയത് DGPയും അന്വേഷിക്കും. പൂരം അലങ്കോലമാക്കാൻ സംഘപരിവാർ നടത്തിയ ഇടപെടലുകളും അന്വേഷണ പരിധിയിലെന്ന് മുഖ്യമന്ത്രി. തൃശൂർ പൂരം അലങ്കോലമാക്കിയത് സംബന്ധിച്ച് സർക്കാർ പ്രഖ്യാപിച്ച അന്വേഷണത്തെ സ്വാഗതം ചെയ്യുന്നുവെന്ന് VS സുനിൽകുമാർ. പൂരം അലങ്കോലപ്പെടുത്തിയതിൽ വ്യക്തമായ ഗൂഢാലോചനയുണ്ടെന്ന് സർക്കാരിന് ബോധ്യമായി. കാലതാമസം വരുത്താതെ റിപ്പോർട്ട് പുറത്തുകൊണ്ടുവരാൻ സർക്കാർ പ്രതിജ്ഞാബദ്ധരായി പ്രവർത്തിക്കണമെന്നും VS സുനിൽകുമാർ. തൃശൂർ പൂരവുമായി ബന്ധപ്പെട്ട് സർക്കാർ പ്രഖ്യാപിച്ച അന്വേഷണം സ്വാഗതം ചെയ്യുന്നുവെന്ന് പാറമേക്കാവ് ദേവസ്വം സെക്രട്ടറി. ത്രിതല അന്വേഷണത്തിലൂടെ എല്ലാ വിഭാഗങ്ങളുടെയും വീഴ്ച കണ്ടെത്താനാകുമെന്ന് തിരുവമ്പാടി ദേവസ്വം സെക്രട്ടറി. ഹിന്ദു അഭിമുഖത്തിനായി മുഖ്യമന്ത്രിയോ സർക്കാരോ ഒരു PR ഏജൻസിയെയും ചുമതലപ്പെടുത്തിയിട്ടില്ലെന്ന് മുഖ്യമന്ത്രി. പറയാത്ത കാര്യങ്ങൾ പത്രം പ്രസിദ്ധീകരിച്ചു. ഹിന്ദു ഖേദം പ്രകടിപ്പിച്ചത് മാന്യമായ നിലപാടെന്ന് മുഖ്യമന്ത്രി. ഹിന്ദു പത്രമായി ബന്ധപ്പെട്ട വിവാദത്തിൽ മുഖ്യമന്ത്രി തന്നെ വ്യക്തമായി കാര്യങ്ങൾ പറഞ്ഞുവെന്ന് സ്പീക്കർ AN ഷംസീർ. അദ്ദേഹം അങ്ങനെയുള്ള ഒരാളല്ലെന്നും സ്പീക്കർ. പറയാത്ത കാര്യങ്ങൾ പ്രസിദ്ധീകരിച്ചത് ഹിന്ദുവിനെതിരെ കേസ് കൊടുക്കാൻ മുഖ്യമന്ത്രിക്ക് ധൈര്യമുണ്ടോ എന്ന് പ്രതിപക്ഷ നേതാവ് VD സതീശൻ. തൃശൂർ പൂരം കലക്കിയതിനെക്കുറിച്ച് ജുഡീഷ്യൽ അന്വേഷണം പ്രഖ്യാപിക്കണമെന്നും VD സതീശൻ. PV അൻവർ കൈകോർത്തിരിക്കുന്നത് വർഗീയ ശക്തികളുമായെന്ന് മുഖ്യമന്ത്രി. P. ശശിക്കെതിരായ അൻവറിന്റെ ആരോപണങ്ങളെ അവജ്ഞതയോടെ തള്ളിക്കളയുന്നുവെന്ന് മുഖ്യമന്ത്രി. PV അൻവറിന് വക്കീൽ നോട്ടീസ് അയച്ച് മുഖ്യമന്ത്രിയുടെ പൊളിറ്റിക്കൽ സെക്രട്ടറി P. ശശി. അപകീർത്തികരമായ ആരോപണങ്ങൾ പിൻവലിച്ച് മാപ്പ് പറയണമെന്നും അല്ലാത്തപക്ഷം നിയമ നടപടികൾ സ്വീകരിക്കുമെന്നും P. ശശി. നിയമസഭയിൽ അൻവറിന്റെ സ്ഥാനം പ്രതിപക്ഷ ഭാഗത്തേക്ക് മാറ്റി. തീരുമാനം CPIM പാർലമെന്ററി കാര്യ സെക്രട്ടറി TP രാമകൃഷ്ണന്റെ കത്തിന്റെ അടിസ്ഥാനത്തിൽ. മാറ്റിയത് മഞ്ചേശ്വരം MLA AKM അഷ്റഫിന്റെ അടുത്ത്. PV അൻവറിന് മറുപടിയുമായി KT ജലീൽ. ആരാന്റെ കാലിൽ നിൽക്കേണ്ട ഗതികേടില്ല. സമ്പത്തിന്റെ കാര്യത്തിൽ മാത്രമാണ് താൻ അൻവറിനേക്കാൾ പിന്നിൽ. ഇങ്ങോട്ട് മാന്യതയുണ്ടെങ്കിൽ അങ്ങോട്ടും ഉണ്ടാകുമെന്നും ജലീൽ. മുഖ്യമന്ത്രിയെ കാട്ടുകുരങ്ങനെന്ന് വിളിച്ചധിക്ഷേപിച്ച KPCC പ്രസിഡന്റ് K. സുധാകരനെതിരെ പ്രതിഷേധം ശക്തം. കണ്ണൂരിൽ DYFI പ്രവർത്തകർ K. സുധാകരന്റെ കോലം കത്തിച്ചു. മുണ്ടക്കൈ ഉരുൾപൊട്ടൽ ദുരന്തബാധിതർക്കായി ടൗൺഷിപ്പിന് 2 സ്ഥലങ്ങൾ കണ്ടെത്തി. പുനരധിവാസം 2 ഘട്ടങ്ങളിലായി നടപ്പാക്കാനും സർക്കാർ തീരുമാനം. പുനരധിവാസത്തിനായി കണ്ടെത്തിയത് മേപ്പാടി പഞ്ചായത്തിലെ നെടുമ്പാല എസ്റ്റേറ്റ്, കൽപ്പറ്റ മുനിസിപ്പാലിറ്റിയിലെ എൽസ്റ്റൺ എസ്റ്റേറ്റ് എന്നിവ. വയനാടിന് അടിയന്തരമായി ധനസഹായം നൽകണമെന്ന് കേന്ദ്രത്തോട് മുഖ്യമന്ത്രി. ദുരന്തത്തിൽ ഉറ്റവരെ നഷ്ടപ്പെട്ട ശ്രുതിക്ക് സർക്കാർ ജോലി നൽകും. സർക്കാർ ജോലി പ്രഖ്യാപിച്ചതിൽ സന്തോഷമെന്ന്. ഉരുൾപൊട്ടൽ ദുരന്തത്തിൽ പ്രിയപ്പെട്ടവരെ നഷ്ടമായ ശ്രുതിക്ക് സർക്കാർ ജോലി പ്രഖ്യാപിച്ചത് ഇന്നത്തെ ക്യാബിനറ്റ് തീരുമാനത്തിൽ.
ഷിരൂരിൽ മരിച്ച അർജുന്റെ കുടുംബത്തിനെ സർക്കാർ സഹായിക്കും. 7 ലക്ഷം രൂപ ധനസഹായം പ്രഖ്യാപിച്ച് മുഖ്യമന്ത്രി. വാർത്താ സമ്മേളനം നടത്തിയതിന് പിന്നാലെ അർജുന്റെ കുടുംബത്തിനെതിരെ നടക്കുന്നത് അതിക്രൂരമായ സൈബർ ആക്രമണം. ഫൈൻഡ് അർജുൻ ആക്ഷൻ കമ്മിറ്റി പിരിച്ചുവിടുമെന്ന് ഭാരവാഹികൾ. ഒരു മുതലെടുപ്പും നടത്തിയിട്ടില്ലെന്ന് ലോറി ഉടമ മനാഫ്. യൂട്യൂബ് ചാനൽ തുടങ്ങിയത് രക്ഷാപ്രവർത്തനം നിന്നുപോയ സമയത്ത് ലോറിക്ക് അർജുന്റെ പേരിടില്ലെന്നും മനാഫ്. പ്രശസ്ത നടൻ മോഹൻരാജ് അന്തരിച്ചു. ഏറെക്കാലമായി അസുഖബാധിതനായി ചികിത്സയിലായിരുന്നു. എൻസിപിയിൽ മന്ത്രിമാറ്റം ഉടനില്ല. AK ശശീന്ദ്രൻ തുടരും. കാത്തിരിക്കാൻ നിർദ്ദേശിച്ച് മുഖ്യമന്ത്രി. നിയമസഭാ സമ്മേളനം നാളെ മുതൽ. ദില്ലിയിൽ ഡോക്ടറെ വെടിവെച്ചു കൊന്നു. 2 അക്രമികൾ കൊലപ്പെടുത്തിയത് കാളിന്തി കുഞ്ച് മേഖലയിലെ ജയ്പൂർ നിമ ഹോസ്പിറ്റലിലെ ഡോക്ടർ ജാവേദ് അക്തറെ. രോഗികളെന്ന വ്യാജേന എത്തിയ പ്രതികൾ ഡോക്ടറുടെ ക്യാബിനിലെത്തി നിറയൊഴിക്കുകയായിരുന്നു. ദില്ലിയിൽ ഡോക്ടറെ വെടിവെച്ചു കൊന്ന സംഭവത്തിൽ ദില്ലി പോലീസിനും ആഭ്യന്തര മന്ത്രാലയത്തിനുമെതിരെ ആം ആദ്മി പാർട്ടി. മോദി ഭരണത്തിൽ രാജ്യതലസ്ഥാനത്ത് ക്രമസമാധാനം തകർന്നുവെന്ന് ആം ആദ്മി. കർഷകരുടെ വിവിധ ആവശ്യങ്ങൾ ഉന്നയിച്ച് മഹാരാഷ്ട്രയിൽ പ്രതിഷേധ ധർണ. ആവശ്യങ്ങൾ അംഗീകരിച്ചില്ലെങ്കിൽ സംസ്ഥാന വ്യാപകമായി പ്രതിഷേധ ധർണ സംഘടിപ്പിക്കുമെന്ന് CPI കിസാൻ സഭ നേതാക്കളുടെ മുന്നറിയിപ്പ്. ബെയ്റൂട്ടിൽ ഇസ്രയേലിന്റെ ബോംബ് വർഷം. നിരവധി മരണം. 8 ഇസ്രായേൽ സൈനികരും കൊല്ലപ്പെട്ടു. ആക്രമണം ശക്തമാക്കുമെന്ന് ബെഞ്ചമിൻ നെതന്യാഹു. ടെലവീവിലെ വെടിവെപ്പിന്റെ ഉത്തരവാദിത്തം ഏറ്റെടുത്ത് ഹമാസ്. ഇറാനെതിരെ കനത്ത ആക്രമണത്തിനൊരുങ്ങി ഇസ്രായേൽ. പലസ്തീനിലും ലബനനിലും നടക്കുന്ന ആക്രമണങ്ങൾ ലോകസമാധാനത്തിന് ഭീഷണിയാണെന്ന് മുഖ്യമന്ത്രി. ഇസ്രയേലിന്റെ അതിക്രമം പശ്ചിമേഷ്യയെ അശാന്തമാക്കുകയാണെന്നും മുഖ്യമന്ത്രി. BJP നേതാവിനെതിരായ ലൈംഗിക പീഡന പരാതിയിൽ ശക്തമായ നടപടിയെടുക്കണമെന്ന് DYFI. കൊയിലാണ്ടി മണ്ഡലം ജനറൽ സെക്രട്ടറി PV നിതിനെതിരെ എറണാകുളം സ്വദേശിയായ യുവതി നൽകിയ പരാതിയിൽ കേസെടുത്ത് കടവന്ത്ര പോലീസ്. നിതിനെ ന്യായീകരിച്ച് BJP നേതാവ് ശ്രീ പത്മനാഭൻ രംഗത്ത്. പാലക്കാട് BJPയിൽ ഉപതെരഞ്ഞെടുപ്പിലെ സ്ഥാനാർത്ഥി നിർണയത്തെ ചൊല്ലി തർക്കം രൂക്ഷം. സ്ഥാനാർത്ഥിയെക്കുറിച്ചുള്ള ചർച്ചകളിൽ ശോഭാ സുരേന്ദ്രൻ പക്ഷത്തെ നേതാക്കളെ അവഗണിക്കുന്നതായി പരാതി. ശോഭാ പക്ഷത്തെ ഒഴിവാക്കി രഹസ്യയോഗം ചേരാനുള്ള ഔദ്യോഗിക പക്ഷത്തിന്റെ നീക്കം പൊളിഞ്ഞു. രാജ്യത്തെ ജയിലുകളിൽ ജാതി വിവേചനം പാടില്ലെന്ന് സുപ്രീം കോടതി. ഇതുമായി ബന്ധപ്പെട്ട ചട്ടം 3 മാസത്തിനകം പരിഷ്കരിക്കണമെന്നും ചീഫ് ജസ്റ്റിസ് അധ്യക്ഷനായ ബെഞ്ച്. നിർണായക വിധി മാധ്യമപ്രവർത്തക സുകന്യ ശാന്ത നൽകിയ പൊതു താൽപര്യ ഹർജിയിൽ. അൻപത്തിയാറ് വർഷങ്ങൾക്ക് മുൻപ് ഹിമാചൽ പ്രദേശിലെ വിമാനാപകടത്തിൽ വീരമൃത്യു പ്രാപിച്ച സൈനികൻ തോമസ് ചെറിയാന് സംസ്ഥാന സർക്കാരിന് വേണ്ടി ആദരാഞ്ജലി അർപ്പിച്ച് മന്ത്രി വീണ ജോർജ്. മഞ്ഞുമലയിൽ നിന്നാണ് ഈ സൈനികന്റേതുൾപ്പെടെ മൃതദേഹാവശിഷ്ടങ്ങൾ ലഭിച്ചത്. കൊല്ലം മൈനാഗപ്പള്ളിയിൽ സ്കൂട്ടർ യാത്രക്കാരിയെ കാർ കയറ്റി കൊലപ്പെടുത്തിയ കേസിൽ 1-ാം പ്രതി അജ്മലിന്റെ ജാമ്യാപേക്ഷ തള്ളി. കൊല്ലം പ്രിൻസിപ്പൽ സെഷൻസ് കോടതി ജാമ്യാപേക്ഷ തള്ളിയത് വാദം പോലും കേൾക്കാതെ. മദ്യലഹരിയിൽ വാഹനമോടിച്ച് അപകടമുണ്ടാക്കിയത് ബോധപൂർവമുള്ള കുറ്റമെന്ന് കോടതി.
തിരുവനന്തപുരം മൃഗശാലയിൽ കൂട്ടിൽ നിന്ന് ചാടിയ മൂന്നാമത്തെ ഹനുമാൻ കുരങ്ങനെയും പിടികൂടി. കുരങ്ങനെ മരത്തിൽ നിന്ന് താഴെ ഇറക്കിയത് KSEB എയർലിഫ്റ്റ് ഉപയോഗിച്ച്. മാളയിൽ വീടിന് മുമ്പിൽ പാർക്ക് ചെയ്തിരുന്ന കാറും ബൈക്കും പെട്രോൾ ഒഴിച്ച് കത്തിച്ചത് സ്നേഹഗിരി സ്വദേശി പുന്നക്കൽ ജോസിന്റെ വാഹനങ്ങൾ. മാള പോലീസ് എത്തി മേൽ നടപടികൾ സ്വീകരിച്ചു. കൂത്താട്ടുകുളത്ത് അമ്മയോടൊപ്പം സ്കൂട്ടറിൽ യാത്ര ചെയ്തിരുന്ന 3ാം ക്ലാസ്സുകാരി ബസ്സിടിച്ചു മരിച്ചു. മരിച്ചത് പാമ്പാക്കുട അഡ്വഞ്ചർ സ്കൂളിലെ വിദ്യാർത്ഥിനി ആരാധ്യ. ബസിന്റെ സൈഡ് ഭാഗം സ്കൂട്ടറിൽ ഇടിക്കുകയായിരുന്നു. ഷൊർണൂരിൽ ഭാരതപ്പുഴയിൽ അജ്ഞാത മൃതദേഹം കണ്ടെത്തി. 50 വയസ്സ് പ്രായം തോന്നിക്കുന്ന മൃതദേഹം കണ്ടെത്തിയത് ഷൊർണൂർ മുണ്ടായ അയ്യപ്പൻ കടവിൽ. മൃതദേഹത്തിന് ഏകദേശം 6 ദിവസത്തോളം പഴക്കമുണ്ടെന്ന് സംശയം. വെങ്ങാനൂർ ഗ്രാമപഞ്ചായത്തിൽ ആരംഭിക്കുന്ന സ്ഥിരം അദാലത്തിന്റെ ഭാഗമായി വെങ്ങാനൂർ ഗ്രാമപഞ്ചായത്തിൽ പ്രത്യേക അദാലത്ത് സംഘടിപ്പിച്ചു. നെയ്യാറ്റിൻകര AMCT ജില്ലാ ജഡ്ജി കവിത ഗംഗാധരൻ നേതൃത്വം നൽകി. ഒക്ടോബർ 12-ന് വെങ്ങാനൂർ VPS മലങ്കര ഹയർ സെക്കൻഡറി സ്കൂളിൽ സ്ഥിരം അദാലത്തിന്റെ ഉദ്ഘാടനം നടക്കുമെന്ന് ജില്ലാ ജഡ്ജി കവിത ഗംഗാധരനും ഗ്രാമപഞ്ചായത്ത് പ്രസിഡന്റ് RS ശ്രീകുമാറും അറിയിച്ചു. ആലപ്പുഴ ജനറൽ ആശുപത്രിയിലെ ദ്രവമാലിന്യ സംസ്കരണ പ്ലാന്റ് യാഥാർത്ഥ്യമായി. മന്ത്രി P. പ്രസാദ് ദ്രവമാലിന്യ സംസ്കരണ പ്ലാന്റ് ഉദ്ഘാടനം ചെയ്യും. ആലപ്പുഴ നഗരസഭ അമൃത് പദ്ധതിയിൽ ഉൾപ്പെടുത്തി 3.05 കോടി രൂപ ചെലവഴിച്ചാണ് പദ്ധതി യാഥാർത്ഥ്യമാക്കിയത്. ആലപ്പുഴ ബീച്ചിൽ മെഗാ ക്ലീനിംഗ് ഡ്രൈവ് സംഘടിപ്പിച്ചു. കളക്ടർ അലക്സ് വർഗീസ് പരിപാടി ഉദ്ഘാടനം ചെയ്തു. മെഗാ ക്ലീനിംഗ് ഡ്രൈവിന് കമാൻഡന്റ് വിവേക് കുമാർ പാണ്ഡെയുടെ നേതൃത്വം നൽകി. കതിരൂർ ടൗൺ സൗന്ദര്യവൽക്കരണം പദ്ധതി ഉദ്ഘാടനം സ്പീക്കർ AN ഷംസീർ നിർവഹിച്ചു. MLA ആസ്തി വികസന ഫണ്ടിൽ നിന്ന് 1 കോടി രൂപയാണ് പദ്ധതിക്കായി വകയിരുത്തിയിരിക്കുന്നത്. മാലിന്യമുക്ത നവകേരളം പഞ്ചായത്ത് തല ഉദ്ഘാടനവും നിർവഹിച്ചു. കുട്ടൻകുളങ്ങര ശ്രീനിവാസൻ ചെരിഞ്ഞു. ആനയ്ക്ക് 40 വയസ്സായിരുന്നു. 1 മാസത്തോളമായി അസുഖബാധിതനായി ചികിത്സയിലായിരുന്നു. മാലിന്യമുക്ത നവകേരളം ജനകീയ ക്യാമ്പയിന്റെ പാലക്കാട് ജില്ലാതല ഉദ്ഘാടനം KD പ്രസേനൻ MLA നിർവഹിച്ചു. മംഗലം ഡാം സൈറ്റ് പാർക്കിലായിരുന്നു പരിപാടികൾ സംഘടിപ്പിച്ചത്. സീനിയർ സിറ്റിസൺ വെൽഫെയർ അസോസിയേഷൻ ലോക വയോജന ദിനം ആചരിച്ചു. കുട്ടിമാക്കൂർ ശ്രീനാരായണ ധർമ്മപ്രകാശിനി വായനശാലയിൽ വെച്ചാണ് പരിപാടികൾ സംഘടിപ്പിച്ചത്. നഗരസഭാ ചെയർപേഴ്സൺ ശ്രീമതി ജമുന റാണി ഉദ്ഘാടന ചടങ്ങുകൾ നിർവഹിച്ചു. വയനാടിന് കൈത്താങ്ങായി തൃപ്പൂണിത്തുറ ചോയ്സ് സ്കൂളിലെ കുട്ടികൾ സംഘടിപ്പിച്ച ചിത്രപ്രദർശനം ഇന്ന് സമാപിക്കും. 3 ദിവസം നീണ്ടുനിൽക്കുന്ന ചിത്രപ്രദർശനമാണ് സമാപിച്ചത്. ആറ്റിങ്ങലിൽ സ്വകാര്യ ബസ് തടഞ്ഞു നിർത്തി ബസ് ഡ്രൈവറെ ആക്രമിച്ച സംഭവം. കേസിലെ പ്രതികൾ അറസ്റ്റിൽ. മേലേക്കാട്ടുവിള സ്വദേശി ദീപു, ഊരുപൊയ്ക സ്വദേശി രാജീവ്, ബാലു എന്നിവരെയാണ് ആറ്റിങ്ങൽ പോലീസ് അറസ്റ്റ് ചെയ്തത്. കാലടി പ്ലാന്റേഷനിൽ തൊഴിലാളി ലയത്തിനു നേരെ കാട്ടാനാക്രമണം. ലയത്തിനോട് ചേർന്നുള്ള താൽക്കാലിക ഷെഡ് കാട്ടാന തകർത്തു. അതിരപ്പള്ളി എസ്റ്റേറ്റ് 10ാം ബ്ലോക്കിൽ താമസിക്കുന്ന സത്യന്റെ ലയത്തിനു നേരെയാണ് കാട്ടാനാക്രമണമുണ്ടായത്. മുള്ളൻ പന്നിയുടെ ആക്രമണത്തിൽ യുവാവിന് പരിക്ക്. താമരശ്ശേരി പള്ളിപ്പുറം സ്വദേശി ലിജിലിനാണ് പരിക്കേറ്റത്. ലിജിൽ കോഴിക്കോട് മെഡിക്കൽ കോളേജ് ആശുപത്രിയിൽ ചികിത്സയിൽ.
ആലപ്പുഴയിൽ പോലീസ് വാഹനത്തിന്റെ ചില്ലെറിഞ്ഞുടച്ച സംഭവം. രണ്ടാം പ്രതി ഷിയാസ് കൈമുറിച്ച് ആത്മഹത്യയ്ക്ക് ശ്രമിച്ചു. ഗുരുതര പരിക്കില്ല. പ്രതിയുടെ അറസ്റ്റ് ഉടൻ രേഖപ്പെടുത്തും. കോഴിക്കോട് വയോധികനായ മെഡിക്കൽ ഷോപ്പ് ഉടമയെ വീടിനുള്ളിൽ മരിച്ച നിലയിൽ കണ്ടെത്തി. താമരശ്ശേരി കമ്മാളൻകുന്നത്ത് സ്വദേശി രാമചന്ദ്രൻ നായരാണ് മരിച്ചത്. താമരശ്ശേരി പോലീസ് സ്ഥലത്തെത്തി തുടർ നടപടികൾ സ്വീകരിച്ചു. ഇതോടെ സ്പീഡ് ന്യൂസ് പൂർണ്ണമാകുന്നു. നമസ്കാരം.